നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവരെയും ഏകദേശം 2 മണിക്കൂറോളം ശ്വാസം പിടിച്ച് നമ്മൾ എല്ലാവരും ഇരിക്കുകയായിരുന്നു. ഇങ്ങിവിടെ ഭൂമിയിലൊന്നും ഇരുന്ന് കഴിച്ചാൽ പോരാ, അങ്ങ് ആകാശത്ത് ഉച്ചന്തലേ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാലേ ഇവർക്കൊക്കെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയുള്ളൂ. ഇത് കണ്ടു നിന്ന പലരും പറഞ്ഞ കാര്യമാണിത്. സത്യത്തിൽ നമുക്ക് ദേഷ്യം വരുന്ന, അല്ലെങ്കിൽ എന്തിനൊക്കെയാണ് ഈ സാഹസത്തിന് മുതിരുന്നത് എന്ന് പോലും ചോദിക്കാൻ തോന്നുന്ന കുട്ടികളെ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്രയും അടി മുകളിൽ പോയി ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നാണ് നമ്മൾ എല്ലാവരും ചോദിക്കുന്നത്. മൂന്നാറിനടുത്ത് ആനച്ചാലിൽ സ്കൈ ഡൈവിംഗിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത പോലീസ്. നടത്തിപ്പുകാരായ പ്രവീൺ, സോജൻ എന്നിവർക്കെതിരെയാണ് കേസ്. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവർത്തികൾ എന്ന കുറ്റത്തിനാണ് കേസ് എടുത്തിരിക്കുന്നത്. വേണ്ടത്ര അനുമതിയില്ലാതെയാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു. 2 മാസം മുമ്പാണ് ആനച്ചാലിൽ സ്കൈ ഡൈവിംഗ് തുടങ്ങിയത്. അരമണിക്കൂറിന് മുതിർന്നവർക്ക് 1000 രൂപയാണ് ഫീസ്, കുട്ടികൾക്ക് സൗജന്യം. സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. 2 വയസ്സുകാരിയെ ഇത്ര ഉയരത്തിൽ കൊണ്ടുപോയത് ജില്ലാ ഭരണകൂടം ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ഇത് അടച്ചുപൂട്ടാൻ തന്നെയാണ് കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി മൂന്നാർ ആനച്ചാൽ ടൗണിന് സമീപത്തെ സാഹസികത നിറഞ്ഞ സ്കൈ ഡൈനിങ് ആകാശ ഭക്ഷണശാല. 2 കുട്ടികളടക്കം 5 പേരുമായി ആകാശത്ത് 120 അടി ഉയരത്തിൽ എത്തുകയായിരുന്നു. ആകാശ കാഴ്ചകൾ ആസ്വദിച്ച് വിനോദസഞ്ചാരികൾ ഭക്ഷണം കഴിച്ചു. തിരിച്ചിറക്കാൻ നേരം ഈ ക്രെയിനിന്റെ ഹൈഡ്രോളിക് ലിവർ തകരാറിലായി. താഴെ ഇറക്കാനും കഴിഞ്ഞില്ല. മംഗലാപുരം സ്വദേശികളായ മലയാളികളായ 5 പേരാണ് കുടുങ്ങിയത്. മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, മക്കളായ ഇവാൻ, ഇനാര എന്നിവരാണ് കുടുങ്ങിയത്. ജീവനക്കാരിയായ ഹരിപ്രിയയും ഇവർക്കൊപ്പം കുടുങ്ങിയിരുന്നു. 3 മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിലാണ് ഇവരെ താഴെ എത്തിച്ചത്. ക്രെയിനിന്റെ സാങ്കേതിക തകരാറാണെന്നാണ് അധികൃതർ പറയുന്നത്. ആനച്ചാലിലുള്ള സ്കൈ ഡൈനിങ് കേന്ദ്രത്തിൽ 120 അടിയോളം ഉയരത്തിലാണ് സംഘം കുടുങ്ങിയത്. മൂന്നാർ, അടിമാലി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വടം ഉപയോഗിച്ചാണ് സഞ്ചാരികളെ സുരക്ഷിതമായി താഴെ എത്തിച്ചത്. ഫയർഫോഴ്സ് എത്തി വൈകിട്ട് 5ഓടെ റോപ്പ് ഉപയോഗിച്ച് ഓരോരുത്തരായി താഴെ എത്തിച്ചതോടുകൂടി ആശങ്കയ്ക്ക് വിരാമമായി. ഇരിപ്പിടവും തീൻമേശയുമുള്ള പ്രത്യേകം പേടകം ക്രെയിൻ ഉപയോഗിച്ച് സഞ്ചാരികളെ 120 അടി ഉയരത്തിൽ എത്തിച്ച് ഭക്ഷണം വിളമ്പുന്നതാണ് സ്കൈ ഡൈനിങ്. സദേൺ സ്കൈഡ് എയറോ ഡൈനാമിക് എന്ന സ്ഥാപനമാണ് നടത്തിപ്പുകാർ. ജീവനക്കാർ അരമണിക്കൂറോളം പരിശ്രമിച്ചിട്ടും താഴെ ഇറക്കാൻ കഴിയാത്തതോടുകൂടി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. ഹൈഡ്രോളിക് ക്രെയിനിന്റെ ഗുണനിലവാരമില്ലായ്മയാണ് പ്രതിസന്ധിയായത് എന്നാണ് ആക്ഷേപം. സമാനതകളില്ലാത്ത ദൌത്യമാണ് ഫയർഫോഴ്സ് ആനച്ചാലിൽ നടത്തിയത്. പാനിക്കാവാതിരിക്കാൻ കുഞ്ഞുങ്ങളോട് കാണുന്ന കാഴ്ചകളെ കുറിച്ച് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ പാനിക്കാവാതിരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് 120 അടി ഉയരത്തിൽ അവർ ഇത്രയും സേഫ് ആയിട്ടിരുന്നത്. മാത്രമല്ല, തങ്ങൾക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല, തങ്ങൾക്ക് ട്രെയിനിങ് ലഭിച്ചിരുന്നു എന്നൊരു വാദമൊക്കെ പറയുന്നുണ്ട്. എന്ത് ട്രെയിനിങ് തന്നെ ലഭിച്ചാലും 120 അടിയിൽ നിന്നും ഒന്ന് താഴേക്ക് തെന്നി മാറിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇമാതിരി സാഹസികം എന്ന പേരിൽ ഇമാതിരി ജീവൻ പണയം വെച്ചുള്ള പോരാട്ടങ്ങളൊന്നും തന്നെ നടത്താതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. മാത്രമല്ല, നിങ്ങൾ നടത്തിക്കൊള്ളുക, കുഞ്ഞുങ്ങളെ എന്തിനാണ് വലിച്ചേറ്റി മുകളിലോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ള പല ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഇനി ഈ സ്കൈ ഡൈവിംഗിന് നടത്തിപ്പുകാരന് നടത്താൻ ഇത് സാധിക്കുകയില്ല. കളക്ടർ ഇതിനെ പൂട്ടിട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ജീവന് പോലും ഒരു ആപത്തും ഇല്ലാതെ എല്ലാവരെയും താഴെ കൃത്യമായി ഇറക്കാൻ സാധിച്ചത്. ഏകദേശം 3 മണിക്കൂറാണ് ഇവർ അവിടെ കുടുങ്ങിക്കിടന്നത് എന്നുള്ളതാണ്. എന്തായാലും കുഞ്ഞുങ്ങളോട് കാണുന്ന കാഴ്ചകളെ കുറിച്ച് സംസാരിച്ചാണ് താഴെ ഇറക്കിയത് എന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറയുന്നു. ഇനാര ഡൈനിലെ രക്ഷാദൌത്യം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇടുക്കി ആനച്ചാലിൽ ഈ അടുത്തായി തുടങ്ങിയ പദ്ധതിയാണിത്. 120 അടി ഉയരത്തിലാണ് ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പദ്ധതി. അരമണിക്കൂറിലേറെ സമയമാണ് ഇവിടെ ചിലവിടുക. ഒരേ സമയം 15 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമാണ് ഇതിലുള്ളത്. ആകാശ കാഴ്ച ആസ്വദിക്കാനുള്ള സൗകര്യത്തോടെയാണ് പദ്ധതി. എന്തായാലും ഈ പദ്ധതി 3G ആയിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്.